ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റോ സംഭവങ്ങളൊന്നും ഇല്ലാത്ത എന്നാൽ വലിയൊരു ലക്ഷ്യവുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത വെറുതെ ഒരു ചാനലിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഇതിന്റെ ഈ ചാനലിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഈ ചാനലിന്റെ ആദ്യത്തെ വീഡിയോയിൽ കിടപ്പുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ലക്ഷ്യം നമ്മളെ എയിം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ജസ്റ്റ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച്, എനിക്ക് തോന്നിയ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും അതിന്റെ അപകടകരമായിട്ടുള്ള റിയാലിറ്റിയാണ് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ജസ്റ്റ് മിഡിൽ ക്ലാസ്സിന് താഴെയായിട്ടുള്ളത്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് മുതൽ താഴോട്ടുള്ള ആൾക്കാരെ ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വിട്ടേക്കാം, അവർക്ക് പൈസ ഉള്ളതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ് എപ്പോഴും കൂടുതലായിട്ടുള്ളത്. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടാർഗറ്റോടെ അല്ലെങ്കിൽ ഒരു ഡ്രീമോടെ എന്തെങ്കിലും ഒരു നിലയിലോട്ട് എത്തണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ. അതായത് അവര് വീട്ടിന് വേണ്ടി കഷ്ടപ്പെടുന്നു, അതിനനുസരിച്ചുള്ള പ്ലാനുകൾ ഇടുന്നു, മുന്നോട്ടൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, പൈസയൊക്കെ സേവ് ചെയ്തിട്ട് പുറത്ത് കറങ്ങാൻ പോകുന്ന ആൾക്കാർ. സാധാരണ ആൾക്കാർ 5 തവണ പോയി കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ 2 തവണ പോയിട്ട് ബാക്കിയുള്ള 3 തവണയുള്ള പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു ടാർഗറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രീമിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ചിലപ്പോൾ വീട് വയ്ക്കുന്നതാവാം, ബൈക്ക് എടുക്കുന്നതാവാം, ഒരു ബിസിനസ് തുടങ്ങുന്നതാവാം. ഇങ്ങനെയെല്ലാം ആ ഒരു എയിമോട് കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതിനുവേണ്ടി പൈസ സേവ് ചെയ്യുന്ന ആൾക്കാർ, പൈസ കൂട്ടിവെക്കുന്ന ആൾക്കാർ ആണ് ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ. ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ 10,000 രൂപ സാലറി കിട്ടിക്കഴിഞ്ഞാൽ 8,000 രൂപ ചിലവാക്കുന്നു, 2,000 രൂപ സേവ് ചെയ്യുന്നു. അവർക്ക് മുന്നോട്ടുള്ള എന്തെങ്കിലും ഒരു എമർജൻസി ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു ഡ്രീമിനോ വേണ്ടിയിട്ട് അവർ പൈസ സേവ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നു എന്നുള്ള ആൾക്കാരാണ്. ഇവരിൽ കുറെ ആൾക്കാരാണ് അൾട്ടിമേറ്റ് ഉള്ള ആൾക്കാരാണ്, സക്സസ്ഫുൾ ഒക്കെ ആയി വലിയ ബിസിനസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡ്രീം അച്ചീവ് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാർ. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂർത്തടിക്കുന്ന ആൾക്കാരാണ്. ദൂർത്തടിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കലാണ്. ഇപ്പൊ കടം വാങ്ങിക്കലും EMI എടുക്കലും ഒക്കെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ഒരു കുത്തകയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട്. ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഒരു ലോണൊക്കെ എടുത്ത് വീട് വെച്ച് അതിന്റെ EMI അടയ്ക്കാൻ വേണ്ടിയിട്ട് നോർമലി ജോലി ചെയ്യുന്നതിന്റെ കൂടെ അഡീഷണലി സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടി പൈസ ഉണ്ടാക്കി ഇത് അടയ്ക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരെ പേഴ്സണലായിട്ട് എനിക്ക് പല ആൾക്കാരെ അറിയാം. പക്ഷെ ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ EMI എടുത്ത് എന്തിനാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. ചിലപ്പോൾ അപ്പുറത്തുള്ള ഒരു ഐഫോൺ യൂസ് ചെയ്യണമുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ഒരെണ്ണം എടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് EMI എടുത്ത പല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ സാലറി 13 രൂപ EMI ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ ഇവരൊരു 10,000 രൂപ വേറെ ആരെന്തെങ്കിലും പോയി കടവും വാങ്ങിക്കും. അതായത് ഇവർ 1 രൂപ ചെലവാക്കേണ്ട സ്ഥാനത്ത് 2 രൂപ ചെലവാക്കും. 2 രൂപ ചെലവാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ 2 രൂപ ആരെന്തെങ്കിലും വാങ്ങിച്ച പൈസ ആയിരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ കാറ്റഗറി പറഞ്ഞ പോലെ തന്നെ ഇവര് ഒരു ടൂർ പോകാനുള്ള പൈസ ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇവർ 2 ടൂർ പോകും. ഇപ്പോൾ ഒരു ദോശ വാങ്ങിച്ച് കഴിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഇവർ 2 ദോശ വാങ്ങിച്ച് കഴിക്കും. ഈ 2 ദോശയുടെ പൈസ അല്ലെങ്കിൽ മറ്റേ ദോശ കടം വാങ്ങിച്ചിട്ടെങ്കിൽ ഇവർ കഴിക്കും. അതാണ് ഇവരൊരു പ്രശ്നം. ഇപ്പോൾ കഴിക്കുന്നതിനെ കുറ്റം പറയണതല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ. ഇത് EMI എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ ഇവർക്ക് ഈ ഒരു സംഭവങ്ങൾ ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ അഡീഷണലി കുറേ കടം വാങ്ങിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മുടെ ചുറ്റുപാടും തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഇവർ കടം വാങ്ങിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കടം വാങ്ങിക്കുന്നത് ഈ ആദ്യത്തെ കാറ്റഗറിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. കാരണം അവരുടെ കയ്യിലാണല്ലോ എപ്പോഴും സേവ് ചെയ്തിട്ടുള്ള പൈസ ഉള്ളത്. ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ ചെയ്യുന്നതിന്റെ പകുതി കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർ ചിലപ്പോൾ ചായ കുടിക്കുമ്പോഴത്തേക്ക് അത് കടം വാങ്ങിച്ച് ചായ കുടിക്കുമ്പോഴത്തേക്ക് അവർ പൈസ ഉണ്ടെങ്കിൽ പോലും ചായ കുടിക്കാതെ ആ ചായയുടെ പൈസ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവരൊരു ഡ്രീമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെയുള്ള രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ പറഞ്ഞിട്ട് ഈ ആദ്യത്തെ കാറ്റഗറിയിൽ നിന്നായിരിക്കും പൈസ കടം വാങ്ങിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ പേഴ്സണൽ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും എന്തായിരുന്നാലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ പൈസ കൊടുത്തിട്ട് കടം കൊടുത്തിട്ട് ആ പൈസ ഇന്നേ വരെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരവസ്ഥ പല ആൾക്കാരെ പേഴ്സണലായിട്ടും ഉണ്ട്. പല ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയണ സെയിം കാര്യമാണ്, പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടൂല. അപ്പോൾ പൈസ കടം കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഈ ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരെ നിന്ന് കടം വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ചിലപ്പോൾ കറങ്ങാൻ പോകാനായിട്ടായിരിക്കും, പക്ഷെ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത് ആദ്യത്തെ കാറ്റഗറി അടുത്ത് വന്ന് ചോദിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം എന്നുള്ള രീതിയിൽ കിടന്ന് ഉരുണ്ടിട്ടായിരിക്കും ആക്ച്വലി പൈസ വാങ്ങിക്കുന്നത്. ആ പൈസ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇവർ പറയണ സംഭവം വെച്ചാൽ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ തരാമെന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഇവർക്ക് 10,000 സാലറിക്ക് 13,000 രൂപ EMI ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം എങ്ങനെ കൊടുക്കും?
അത് കൊടുക്കൂല. അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഈ പൈസ കിട്ടാതെ ആവുന്നു. ആദ്യത്തെ കാറ്റഗറിക്ക് ആ സമയത്ത് അവർക്ക് ഒരു അത്യാവശ്യം വരുന്നത്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കാനുള്ള സമയം വരുന്നത്, ആ സമയത്ത് ഈ സംഭവങ്ങൾ ഫുള്ള് ബ്ലോക്ക് ആകുന്നു. അവര് പിന്നെ വേറെ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിക്കേണ്ടി വരുന്നു. അത് പിന്നെ ആകെ കുഴഞ്ഞ് അവരുടെ ലൈഫും ഇതേ കണക്കൊരു ബ്രേക്ക് ആയിട്ട് ഒരു കോഞ്ഞാട്ടയായി പോകുന്നു എന്നുള്ളതാണ്. അവർ കടം വാങ്ങിക്കുന്നു, പിന്നെ അത് കൊടുക്കാനായിട്ട് അടുത്ത കടം വാങ്ങിക്കുന്നു. അവരും ഈ കാറ്റഗറിയിലോട്ട് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർ ചെയ്യുന്ന പ്രശ്നം കാരണം ഉണ്ടാവുന്നത്. കടം കൊടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയായിരിക്കും, എന്തെങ്കിലും ഒരു സങ്കടം പറഞ്ഞ് തറയെ കിടന്ന് കൊണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ അടുത്ത മാസം തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത മാസം ചോദിക്കുമ്പോഴത്തേക്ക് ആ പൈസ നമ്മൾ അവർക്ക് കൊടുത്ത പൈസ എന്തോ അവരെ കയ്യിൽ നിന്ന് കുത്തിപ്പിടിച്ച് വാങ്ങിക്കുന്ന രീതിക്കാണ് ഓരോ ആൾക്കാരും പെരുമാറുന്നത്. പല ആൾക്കാരും പേഴ്സണലായിട്ടും കൂട്ടുകാരന്മാരത്തും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഞാൻ തട്ടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ, പൈസ തരും, നീ പേടിക്കണേ എന്തിന് എന്നുള്ള രീതിയിൽ അടുത്ത മാസത്തിൽ തരുമെന്ന് പ്രതീക്ഷിച്ചതിൽ പോയതാണ്. 5, 6, 8, 10, 1.5 വർഷം, 2 വർഷം, 5 വർഷമായിട്ട് ഇതുവരെ കിട്ടാത്ത പല ആൾക്കാരും ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതെനിക്കറിയാം, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ കടത്തിനെ കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ഭാവിയിൽ നമുക്ക് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്. അപ്പോൾ കടം കൊടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് കളയാൻ വേണ്ടി ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ മാത്രം കടം കൊടുക്കുക. ഈ കടം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, നമുക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഒരു മിഡിൽ ക്ലാസ്സിന് എന്തായാലും നമുക്ക് കടം വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ജെന്യുവിനായിട്ട് കടം വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ഒരാൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കാര്യങ്ങൾ നടക്കൂല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ അൾട്ടിമേറ്റ് ഇവരൊരു അപകടത്തിലോട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇവർ 10,000 രൂപ ഓൾറെഡി EMI എടുത്ത്, അല്ലെങ്കിൽ 13,000 രൂപ EMI എടുത്ത് വെച്ചേക്കും, അല്ലെങ്കിൽ 14,000 രൂപ EMI എടുത്ത് വെച്ചേക്കും, പുറത്തുനിന്ന് 10,000 രൂപ കടം വാങ്ങിക്കും. ആ പൈസ കൂടുന്നു, കടം വാങ്ങിച്ചത് കൂടുന്നു, EMI തെറ്റുന്നു. ഇങ്ങനെ ഇവർ വലിയ വലിയ കടത്തിലോട്ട് പോകും. ഈ വലിയ വലിയ കടത്തിലോട്ട് പോയിട്ട് നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് ഇവരുടെ അൾട്ടിമേറ്റിലോട്ട് പോകുന്നത്. ഇവർ അൾട്ടിമേറ്റ് ആരെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രോഡുകൾ, പൈസ അടിച്ചു മാറ്റുന്ന ആൾക്കാർ, മോഷ്ടിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കൊല ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ന്യൂസിലൊക്കെ അറിയുന്ന 90% കൊലകളും ഈ കൊലപാതകങ്ങളും മർഡർ ഫോർ ഗെയിൻ, അതായത് എന്തെങ്കിലും ഒരു സംഭവം കിട്ടാൻ, അവരുടെ സ്വത്തിനോ സംഭവത്തിന് എന്തിനെങ്കിലും വേണ്ടി, അത് ഗോൾഡോ സ്വത്തോ പൈസയ്ക്കോ വേണ്ടിയിട്ട് കൊല്ലുന്ന ഒരു സെറ്റപ്പാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു സംഭവത്തിനകത്തോട്ട് പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഉദാഹരണം, ഇപ്പോൾ ഈ ഒരു 5 കൊല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ 5 കൊല ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിച്ചിരുന്നാലും അതിലും എത്രയോ രൂപ കടം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഏതൊരു കൊലപാതകം എടുത്ത് നോക്കിയിരുന്നാലും അതിൽ ഒരു 90% എന്തെങ്കിലും ഒരു സംഭവം അടിച്ചു മാറ്റാനോ അല്ലെന്നുണ്ടെങ്കിൽ കൈക്കലാക്കാൻ വേണ്ടി ചെയ്യുന്ന കൊലപാതകങ്ങളായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഇതിലോട്ട് എത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ കടം വാങ്ങിക്കുന്നു, അപ്പുറത്തൊരു 10,000 രൂപ വരുന്നു, അഡീഷണലി ഇവരുടെ ചെലവ് നടക്കണം, ഇവർക്ക് ഒരു അത്യാവശ്യം വരും. മനുഷ്യനാണ്, എപ്പോഴാണ് ഒരു അത്യാവശ്യം പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി കടം വാങ്ങിച്ച് വെക്കുമ്പോഴത്തേക്ക് പിന്നെയും കടം വാങ്ങിക്കേണ്ടി വരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ വട്ടിപ്പലിശക്കായിരിക്കും എടുക്കുന്നത്. അവരെ പ്രഷർ താങ്ങാൻ വയ്യാതെ ആകുമ്പോഴത്തേക്ക് ഇവർ പല മോഷണങ്ങളും മനഃപൂർവ്വം ചെയ്യണം നല്ലതല്ല, പക്ഷെ ഇവര് അവസാനം സഹി കെട്ടിട്ട് മോഷണോ ഇതുപോലെ കൊലപാതകമോ അല്ലെങ്കിൽ ഫ്രോഡത്തരോ എല്ലാം കാണിച്ചിട്ട് ഇന്ന ഈ കാറ്റഗറി, ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പൈസ പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ തട്ടിച്ചിട്ടായിരുന്നാലും ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒരാൾ ഹാക്ക് ചെയ്ത് വരികയാണെങ്കിൽ പോലും ഈ രണ്ടാമത്തെ കാറ്റഗറിക്കാരെ ഹാക്ക് ചെയ്തിട്ട് കാര്യമില്ല, അവന്മാർ ചമ്മി പോകുന്നല്ലാതെ ഇവന്മാരെ ബാങ്ക് അക്കൗണ്ടിലൊന്നും കാണില്ല. എന്തൊരു പ്രശ്നവും പൈസ സേവ് ചെയ്ത് വെച്ചേക്കണതിന് തന്നെയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോൾ ഏത് ഫ്രോഡത്തരവും വന്ന് നിൽക്കുന്നത്, പൈസ പോണ പരിപാടി എല്ലാം വന്ന് നിൽക്കുന്നത് ഈ സേവ് ചെയ്ത് വെച്ചവൻ്റെ തലയിലായിരിക്കും. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 10,000, 20,000 ആവുന്നു, 20, 30 ആവുന്നു, അവസാനം നിക്കക്കളി ഇല്ലാതെ വരുന്നു. പല ആൾക്കാരും അത് മോഷണത്തിലോട്ട് കൊണ്ടുപോകുന്നു. മോഷണം ഒരു തവണത്തേക്ക് ചെയ്ത് ഇതങ്ങ് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ എറണാകുളത്ത് ഒരു ബാങ്ക് റോബറി നടന്നിട്ടുണ്ടായിരുന്നു. റിജോ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ എന്തുവാണ്, പുള്ളി വൈഫ് അയച്ചു കൊടുത്ത പൈസയെല്ലാം നൂർത്തടിച്ച് കളഞ്ഞിട്ട് അവസാനം പുള്ളിക്കാരി നാട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നിവൃത്തിയില്ലാതെ പോയി ബാങ്ക് റോബറി ചെയ്യുന്നു. പിടിക്കപ്പെടില്ലെന്ന് വിചാരിച്ചാണ് ഈ സംഭവം ചെയ്യുന്നത്. ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. ആധികാരികമായി വലിയ വലിയ മോഷണം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ വരെ പോലീസ് ഈസി ആയിട്ട് പിടിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് അമേരിക്കയിൽ എന്തോ ക്രിപ്റ്റോ കറൻസി ഒക്കെ എത്രയോ ബില്യൺ ഡോളർ 83 കുറേ പൂജ്യമൊക്കെ ഇട്ടിട്ടാണ് അതിന്റെ ന്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ അത്രയും ബില്യൺ ഡോളർ മോഷ്ടിച്ച ഒരാൾ ഇവിടെ വർക്കലയെന്ന് ആ പുള്ളീനെ പിടിച്ച്, ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു സമയത്താണ് പുള്ളീനെ പിടിച്ചത്. എനിക്ക് തോന്നുന്നത് ഈ മോഷ്ടിച്ചതെല്ലാം പൊറുക്കണമെന്ന് പറഞ്ഞ് ആറ്റുകാൽ പൊങ്കാലയിടാൻ വന്നപ്പോഴത്തേക്കാണ് പുള്ളീനെ പിടിച്ചതെന്ന് തോന്നുന്നത്. എന്തായാലും അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ വരെ പോലീസ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേ വരെ
മോഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാതെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ മോഷ്ടിക്കപ്പെടുന്ന മോഷ്ടിക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പിടിക്കപ്പെടും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റ കേസ് അങ്ങനെ അത് പേഴ്സണലി എനിക്ക് പരിചയമുണ്ട്. എനിക്ക് പ്രശ്നമുണ്ടായ ആ ഒരു സിറ്റുവേഷന് ഇത് കണക്ക് കടം ഉണ്ടായി, ആ കടം നികത്താൻ വേണ്ടിയിട്ട് ഇത് കണക്ക് മോഷ്ടിച്ച് പിന്നെ ജയിലിലായി. ആലോചിച്ച് നോക്കിയാൽ ജയിലിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളത്. നമ്മുടെ ഫാമിലി, നമ്മുടെ കൊച്ചുങ്ങൾ. അപ്പോൾ ഒരു ഫാമിലിയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നാളെ ആ കൊച്ചിന് വെളിയിറങ്ങി നടക്കാൻ പറ്റുമോ? ജസ്റ്റ് നമ്മൾ 10,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമായിരിക്കും, 10,000 രൂപ കടം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമായിരിക്കും. പക്ഷെ അവസാനം എത്തി നിൽക്കുന്നത് ഒരു കൊലപാതകിയിലോ ഒരു കള്ളനിലോ ഇല്ലെങ്കിൽ ഒരു മോഷ്ടാവിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിലായിരിക്കും. അവസാനം ജയിലിലാവുന്നു. മര്യാദയ്ക്കെങ്കിലും ജീവിച്ച് വന്നുകൊണ്ടിരുന്ന ആ ഒരു കുടുംബം തന്നെ തകർന്നു പോകുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരു ജനറേഷന് പോലും നിന്റെ അച്ഛൻ കള്ളനാണ് അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് കള്ളനാണെന്നുള്ള രീതിയിലോട്ട്, അല്ലെങ്കിൽ അവർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു നാണക്കേടെന്ന് പറയുന്ന സെറ്റപ്പിലോട്ട് ഈ കടം വാങ്ങിക്കുന്ന ചെറിയ കടത്തിൽ തുടങ്ങി വലിയൊരു പ്രശ്നത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് അങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് 2 കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പറയാനുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടം വാങ്ങിക്കുന്ന ആൾക്കാർ അത് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കുക. ആ കടം കൊടുത്തു തീർത്ത് നമ്മൾ ആദ്യത്തെ കാറ്റഗറിയിലോട്ട് പോകാൻ നോക്കുക. ആദ്യത്തെ കാറ്റഗറിക്കാരും മാക്സിമം കടം കൊടുക്കാതിരിക്കുക, കൊടുത്ത് ഇവരെ ഒരു കാറ്റഗറിയിലോട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ചെറിയ ഒരു പ്രശ്നം മതി നമ്മൾ വലിയൊരു കടക്കാരനാവാനും ഇതേ കണക്ക് എന്തെങ്കിലും ഒരു കൊലപാതകത്തിലോ മോഷണത്തിലോ പോയി പെടാനും നമ്മുടെ ജീവിതം തന്നെ ഒരു ജയിലഴിക്കുള്ളിൽ ആവാനായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം മതിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. പൈസ അങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. മാക്സിമം കടം വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കുറച്ചും കൂടെ വലിയൊരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ബൈ, ഗുഡ് ബൈ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ജസ്റ്റ് മനസ്സിലായ കാര്യം. ഒരു വീഡിയോ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇതിനകത്ത് വീഡിയോ വരണം, വീഡിയോ വന്ന് വ്യൂസ് വരണം, എന്നാലേ നമ്മളെ ഒബ്വിയസ്ലി നമ്മുടെ എയിം എന്താണ് അതിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇതിൽ ചിലപ്പോൾ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ കാണണമെന്നില്ല. പക്ഷേ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് വീഡിയോ പ്ലേ ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. നമ്മളൊരു വലിയ ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഓരോ വീഡിയോകൾ എന്തെങ്കിലും നമുക്കറിയാമെന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് വീഡിയോകൾ വരും. അപ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.